പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കൽ കൂടി ദൈവവചനം പഠിക്കാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്. വലിയ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുന്ന സമയമാണ്. കർത്താവിൻ്റെ വചനത്തെ നാം ശ്രദ്ധിക്കുന്ന സമയം. നമ്മൾ സുവിശേഷങ്ങളിലെ ഏറ്റവും ആഴമുള്ള ഒരു സുവിശേഷത്തിൻ്റെ പഠന പ്രക്രിയയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവ് വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകുന്നത്. അവധാനതയോടെ, ഏകാഗ്രതയോടെ ഈ വചനം പഠിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മളെല്ലാവരും തന്നെ കർത്താവിൻ്റെ ശക്തമായ വചനത്തിൻ്റെ വലിയ ഇടപെടലുകൾ അറിഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഈ വചന പഠനത്തിലൂടെ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും എന്ന് എനിക്ക് വിശ്വാസവും പ്രത്യാശയുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ദൈവശക്തി തരുന്ന സുവിശേഷമാണ് യോഹന്നാൻ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. ആ ശക്തമായ വെളിപ്പെടുത്തലുകൾ, ദൈവത്തെക്കുറിച്ചുള്ള വലിയ ആഴമുള്ള വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നത് കൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് വലിയ ശക്തിയായിട്ട് മാറുന്നതെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മുഖവുരയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെ വാക്യങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ ആമുഖം, പ്രലോഗ്. അതിലെ 13 തിരുവചനങ്ങളാണ് നാം വായിച്ചത്. ഇന്ന് നാം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. നമുക്കൊരു 1-2 എപ്പിസോഡുകൾ ഈ 14 മുതൽ 18 വരെ വാക്യങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് ആവശ്യം ആകും എന്ന് തോന്നുന്നു. നമുക്ക് സാവധാനം നമ്മുടെ ഈ ഒരു ആത്മീയ പ്രക്രിയയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം വായിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം വായിക്കുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. നമുക്കിന്ന് ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിൽ ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിക്കുക. വളരെ പ്രധാനപ്പെട്ട വാക്യമാണിത്. അതൊന്ന് വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ മനസ്സിൽ ഏകാഗ്രതയോടെ വായിക്കാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അപ്പോൾ വചനത്തെക്കുറിച്ച് 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ആ 5 കാര്യങ്ങളിലെ ഒരു കാര്യമാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളത്. മാംസമായി എന്ന് പറയുമ്പോൾ മനുഷ്യനായി എന്നാണ് അതിൻ്റെ അർത്ഥം. മാംസവും രക്തവും സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിന് ഒരു ഇണവചനമായിട്ട് നമുക്ക് വായിക്കാവുന്നത് ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14, ഹീബ്രൂസ് 2:14, ഹെബ്രായർ 2:14. ആ വചനം ഒന്ന് വായിക്കാം. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗഭാക്കായി. വചനം പറയുകയാണ്, അതായത് ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഓഫ് ഓൾ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. എല്ലാ ദൈവമക്കളുടെയും ശരീരത്തിലും രക്തത്തിലും അവൻ ഭാഗഭാക്കായി, അവൻ പങ്കാളിയായി എന്ന് പറയുകയാണ്. അപ്പോൾ മാംസമായി എന്ന് പറഞ്ഞാൽ മനുഷ്യനായി എന്നാണ്. ശരീരവും രക്തവും സ്വീകരിച്ചു, നമ്മിൽ ഒരുവനെ പോലെ ആയി എന്നാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവൻ നമ്മിൽ ഒരുവനെ പോലെയായി. ഇതിനെക്കുറിച്ച് നമ്മിൽ ഒരുവനെ പോലെയായി എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വചനം വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത കിട്ടും. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് റോമർ 8:3 പറയുകയാണ്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് പാപപരിഹാരത്തിന് വേണ്ടി അയച്ചപ്പോൾ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ, നമ്മുടെ പാപമുള്ള ശരീരത്തിൻ്റെ
സാദൃശ്യത്തിലുള്ള മറ്റൊരു ശരീരം അവൻ സ്വീകരിച്ചു. നമ്മുടേതുപോലെയുള്ള ഒരു ശരീരം അവൻ സ്വീകരിച്ചു. വചനം മാംസമായി എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം പോലെ ഒരു ശരീരം ദൈവം സ്വീകരിച്ചു. എന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപമുള്ള ശരീരം പോലെ ഒരു ശരീരം, പക്ഷേ ആ ശരീരത്തിൽ പാപമില്ലായിരുന്നു. അത് അടിസ്ഥാനപരമായൊരു പ്രബോധനമാണ്. ആ ശരീരത്തിൽ പാപമുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഹെബ്രായർ 4:15, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്, പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അപ്പോൾ കണ്ടോ, അപ്പോൾ പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിലെന്ന് റോമർ പറയുമ്പോൾ പാപമുള്ള ഒരു ശരീരമെന്ന് തെറ്റിദ്ധരിക്കരുത്, പാപമില്ലാത്ത ഒരു ശരീരം. നമ്മുടെ ശരീരം പോലെ ഒരു ശരീരം, പക്ഷേ ആ ശരീരത്തിൽ എന്താണ് വ്യത്യാസം? 2 വ്യത്യാസമാണുള്ളത്. അതിനകത്ത് പാപമില്ല, ആ ശരീരത്തിൽ പാപമില്ല. ഈ പാപമില്ലെങ്കിൽ, ഒരു ശരീരത്തിൽ പാപമില്ലെങ്കിൽ ആ ശരീരത്തിൽ ഉണ്ടാകുന്നൊരു കാര്യം എന്താണെന്നറിയാം? ഒരു ശരീരത്തിൽ പാപമില്ല, വിശുദ്ധിയാണ്, പക്ഷേ വേറൊരു വാക്കാണ് ബൈബിൾ പറയുന്നത്. അത് റോമർ 8:8 ഒരു വചനം വായിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ വളരെ നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവൂ. നന്നായിട്ട് ശ്രദ്ധിച്ച് വചനം കേൾക്കണം. റോമർ 3-ാം അധ്യായത്തിൽ പറയുകയാണ്, 23, റോമർ 3:23 പറയുകയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. പാപം ചെയ്തു, റിസൾട്ട് എന്താണ്? ദൈവമഹത്വം നഷ്ടപ്പെട്ടു. പാപം ചെയ്തപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? ദൈവമഹത്വം നഷ്ടപ്പെട്ടു. അപ്പോൾ പാപം ഇല്ലെങ്കിലോ? പാപം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ശരീരത്തിൽ എന്തുണ്ടെന്നാണ്? മഹത്വം ഉണ്ടെന്നാണ്, ഗ്ലോറി ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു പാപം ഇല്ലെങ്കിൽ, പരിപൂർണമായി പാപമില്ലാത്തൊരു ശരീരമായിരുന്നു യേശുവിൻ്റെ ശരീരമെങ്കിൽ ആ ശരീരത്തിലുണ്ടാവുന്ന എന്താണ്? മഹത്വമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വാക്യം വായിച്ചേ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കണ്ടോ കണക്ഷൻ? കണ്ടോ? അവൻ്റെ മഹത്വം നമ്മൾ, എന്തുകൊണ്ടാണ് അവൻ്റെ മഹത്വം നമുക്ക് ആ ശരീരത്തിൽ കാണാൻ പറ്റിയത്? ആ ശരീരത്തിൽ പാപം ഇല്ലാത്തത് കൊണ്ടാണ്. ആ ശരീരത്തിൽ പാപത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ നമ്മുടെ ഇടയിൽ വസിച്ചു എന്നല്ലേ, മലയാളത്തിൽ വസിച്ചു എന്നല്ലേ. ഇംഗ്ലീഷിൽ ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് എമംഗ് അസ് എന്നാണ്. ഡ്വെൽറ്റ് എന്നാണ്, വസിച്ചു, ഡ്വെല്ല് ചെയ്തു. മലയാളത്തിൽ വസിച്ചു. ഇതൊന്ന് ശ്രദ്ധിക്കണേ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ, അക്ഷരാർത്ഥത്തിലുള്ള പരിഭാഷ എങ്ങനെയാണെന്നറിയാമോ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ്. വസിച്ചു എന്നല്ല, കൂടാരമടിച്ചു. ടാബർനക്കിൾഡ് എന്നാണ്, കൂടാരമടിച്ചു. അപ്പോൾ കണ്ടോ, അത് നമ്മെ ചില പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ആ വാക്ക് ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം, ദൈവമഹത്വം, ഗ്ലോറി. ആ ഗ്ലോറി വന്ന് ജനത്തിനിടയിലേക്ക് ആദ്യമായി ആ ഗ്ലോറി വന്ന് വസിച്ചത് എവിടെയായിരുന്നു? സമാഗമ കൂടാരത്തിലായിരുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാൻ ഒരു താരതമ്യം കൊണ്ടുവരികയാണ്, പാരലലിസം കൊണ്ടുവരികയാണ്. പഴയ നിയമ ജനതയുടെ കൂടെ നടന്ന ദൈവം അവർക്കിടയിൽ വസിക്കാൻ അവൻ്റെ മഹത്വത്തെ അവരുടെ കൂടാരത്തിൽ, അവരുടെ സമാഗമ കൂടാരത്തിൽ, അവരുടെ വാഗ്ദാന പേടകത്തിൽ ആ മഹത്വത്തെ ഇറക്കിക്കൊണ്ട് വന്നതുപോലെ ആ സമാഗമ കൂടാരമാണ് ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമ്മുടെ ഇടയിൽ ദൈവം വന്ന് കൂടാരമടിക്കുകയാണ്. ദൈവം വന്ന് കൂടാരം നമ്മുടെ ഇടയിൽ, സമാഗമ കൂടാരത്തിൽ ദൈവം വന്ന് ആ മഹത്വം വന്ന് വസിച്ചതുപോലെ ഇപ്പോൾ ഇതാ കർത്താവിൻ്റെ പ്രസൻസ്, കർത്താവിൻ്റെ ഗ്ലോറി ഇവിടെ ഇതാ യേശുവിൽ വന്ന് കൂടാരമടി. ഞാൻ അതിനെക്കുറിച്ച് അല്പം കൂടി കഴിഞ്ഞ് വിശദമായിട്ട് മഹത്വത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, വസിച്ചു എന്ന് പറയുമ്പോൾ വസിച്ചു എന്നല്ല, വന്ന് താമസിച്ചു എന്നല്ല, കൂടാരമടിച്ചു, ടാബർനക്കിൾഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ നമ്മൾ അവനിൽ കണ്ടത് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അവനിൽ ദർശിച്ചു. അപ്പോൾ മഹത്വം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഗ്ലോറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ കാബോദ് എന്ന് പറയുന്ന വാക്കാണ്. ഹെബ്രായ ഭാഷയിൽ ഗ്ലോറി എന്ന വാക്കിന് കാബോദ്, KABOD
കാബോദ്. കാബോദ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ളത്, ഹെവി ആയത്, ഭാരമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. കാബോദ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അക്ഷരാർത്ഥം എന്ന് പറയുന്നത് ഭാരമുള്ളത്, ചുമക്കാൻ പറ്റാത്തത്, താങ്ങാൻ പറ്റാത്തത്, മൈറ്റി, വെയിറ്റി, ഹെവി. ഇനി ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ ഹെബ്രായ മനസ്സ് അതിനെ മനസ്സിലാക്കിയത്, ദൈവമഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ വെയിറ്റി, മൈറ്റി, ഹെവി പ്രസൻസ്, ദൈവത്തിൻ്റെ ഭാരമുള്ള, താങ്ങാൻ പറ്റാത്ത, മനുഷ്യന് നിൽക്കാൻ പറ്റാത്ത, മനുഷ്യൻ തകർന്നു പോകുന്ന, മനുഷ്യന് നേരിടാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ആ ഹെവി പ്രസൻസ്, ആ ഭാരമുള്ള സാന്നിധ്യം. ഭാരമെന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യന് വഹിക്കാൻ പറ്റാത്ത, മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ ആ പ്രസൻസ്, ഗ്ലോറി. അപ്പോൾ ഗ്ലോറി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ മഹത്വം എന്ന് പറയുമ്പോൾ അതൊരു അവ്യക്തമായ ഒരു ആശയമാണ് പലരുടെയും മനസ്സിൽ. എന്താ ഈ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ഗ്ലോറി? അതൊരു ഒരു 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 ഒട്ടിക്കോൾ, അതൊരു കോൺക്രീറ്റ് അല്ലാത്ത ഒരു അബ്സ്ട്രാക്റ്റായ ഒരു നോഷനാണ്. അത് എന്തോ വ്യക്തതയില്ലാത്തൊരു നോഷനാണ്. ഹെബ്രായ മനസ്സിന് ഗ്ലോറി എന്ന് പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വെയിറ്റി, മൈറ്റി, ഹെവി പ്രസൻസ്, ദൈവത്തിൻ്റെ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, മനുഷ്യന് നേരിടാനാവാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നായിരുന്നു ഈ പ്രസൻസിനെ, ഈ കാബോദിനെ മനസ്സിലാക്കിയിരുന്നത്. നിങ്ങൾ കൂടുതൽ കാബോദിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ചങ്ങനാശ്ശേരി കൺവെൻഷന് 1 മുതൽ 5 വരെ ദിവസങ്ങളിൽ, ഒന്നാമത്തെ ദിവസം മുതൽ 5-ാമത്തെ ദിവസം വരെ നമ്മൾ ദൈവാത്മാവിൽ സംസാരിച്ചത് ഈ മഹത്വത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് വിശദമായിട്ട് 5 അല്ല, ഒരു 7-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒരു വിവരണം മഹത്വത്തെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി കൺവെൻഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് കണ്ടാൽ അതിനകത്ത് ഈ വിഷയമാണ് പരാമർശം. അത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണത്, ഈ മഹത്വം. ഇത് കാര്യങ്ങളല്ല, യോഹന്നാനെല്ലാം അതിൽ പരാമർശിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പോട്ടെ. അപ്പോൾ ഇവിടെ പറയുകയാണ്, യോഹന്നാൻ പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചപ്പോൾ നമ്മൾ എന്താണ് കണ്ടത്? അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അവൻ്റെ മഹത്വം, ഗ്ലോറി നമ്മൾ ദർശിച്ചു. അപ്പോൾ 2 വ്യത്യാസമാണ് യേശുവിൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ ശരീരത്തിന് 2 വ്യത്യാസമാണുള്ളത്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് പാവമില്ല. രണ്ടാമത്തേത് അതിലൊത്തിരി മഹത്വമുണ്ട്. അത് ഗ്ലോറിയസ് ബോഡിയാണ്. ഗ്ലോറിയസ് എന്ന് പറയുമ്പോൾ അതിൽ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശരീരമായിരുന്നു യേശുവിൻ്റെ ശരീരം. അതുകൊണ്ട് അവൻ്റെ തേജസ്, അവനെ കണ്ടവരൊക്കെ താവൂർമലയിലൊക്കെ രൂപാന്തരപ്പെട്ടതിന് ശേഷം യേശു ഇറങ്ങി വരുമ്പോൾ എല്ലാവരും അവനെ കണ്ട് അത്ഭുതപ്പെട്ടു എന്നൊരു വചനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത്ഭുതപ്പെട്ടു. കാരണം അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തതുപോലെ, മോശ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്ത് നോക്കാൻ ജനത്തിന് സാധിക്കാതിരുന്നതുപോലെ ഒരു ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് നോക്കാൻ പറ്റാത്ത പ്രസൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ എന്താണ് മഹത്വം? മൈറ്റി, വെയിറ്റി, ഹെവി പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മനുഷ്യന് വഹിക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം. അതിങ്ങനെ വന്ന് നിറയുന്നതിൻ്റെ പേരാണ് ഈ ഗ്ലോറി എന്ന് പറയുന്നത്. ഇനി ഗ്ലോറി ഈസ് ദ പെർസെപ്റ്റിബിൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ഈസ് ഓസം പ്രസൻസ്. ഗ്ലോറി ഈസ് ദ പെർസെപ്റ്റിബിൾ മാനിഫെസ്റ്റേഷൻ. നമുക്ക് കാണാൻ പറ്റുന്ന മാനിഫെസ്റ്റേഷൻ, കാണാൻ പറ്റുന്ന ഒരു വെളിപ്പെടുത്തൽ. എന്തിൻ്റെ? ദൈവത്തിൻ്റെ ഓസം പ്രസൻസ്, കർത്താവിൻ്റെ അത്ഭുത പരതന്ത്രരാക്കുന്ന മഹാസാന്നിധ്യത്തിൻ്റെ നമുക്ക് ദർശിക്കാനാവുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഗ്ലോറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഉദാഹരണം പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ ഇവിടെ ഇറങ്ങി വന്നാൽ നമുക്കത് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. പെന്തക്കുസ്ത തിരുനാളിൽ സെഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെയുള്ള ആ ഗ്ലോറിയസ് പ്രസൻസാണത്, ആ ദൈവത്തിൻ്റെ മഹത്വമാർന്ന സാന്നിധ്യം. അപ്പോൾ ഇവിടെ പറയുകയാണ്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. അപ്പോൾ മഹത്വത്തെക്കുറിച്ച് പെട്ടെന്ന് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 24:17. വേഗം നമ്മൾ എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 24:17. എക്സഡസ് 24:17. പുറപ്പാട് 24:17 ഇങ്ങനെയാണ്: മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേൽ മക്കൾക്ക് കാണപ്പെട്ടു. പുറപ്പാട് 24:17. മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേൽ മക്കൾക്ക് കാണപ്പെട്ടു. ഇനി പുറപ്പാട് 40:34-35. കർത്താവിൻ്റെ അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു,
മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കേട്ടോ, പുറപ്പാട് 40:34 പറയുകയാണ്, അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. കണ്ടോ, കൂടാരത്തിൽ നിറഞ്ഞു നിന്നതുപോലെ ഇപ്പോൾ ആ മഹത്വം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചിരിക്കുന്നു. ആ കൂടാരത്തിൽ, ആ യേശുവിൻ്റെ ശരീരമാകുന്ന ആ കൂടാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഒരു വചനം കൂടെ ഒരു സാമ്പിളിനെ വായിക്കുകയാണ്. ഒന്ന് രാജാക്കന്മാർ 8:11. 1 രാജാക്കന്മാർ 8:11. ഈ മഹത്വത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു റെഫറൻസ്. 1 രാജാക്കന്മാർ 8:11, 10:11. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വം ആലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അതായത് ഈ യേശുവിൻ്റെ മഹത്വം. ഇനി ഒരു പ്രശ്നമുണ്ട് ഇവിടെ. എന്താണെന്നറിയാം, ഈ മഹത്വം എപ്പോഴെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം മനുഷ്യന് അവിടെ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. മഹത്വം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മനുഷ്യന് അതിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. മോശ യഥാർത്ഥത്തിൽ 40 ദിവസം ഈ മഹത്വത്തിൻ്റെ ആവരണത്തിനകത്ത് നിന്നിട്ട് പുറത്തിറങ്ങി താഴേക്ക് വന്നപ്പോൾ ഇസ്രായേൽക്കാരെന്താ പറഞ്ഞേ? അതായത് ഇസ്രായേൽക്കാർക്ക് അവൻ്റെ മുഖത്തെ തേജസ് കാരണം അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാതിരുന്നപ്പോൾ മോശ ഒരു ആവരണം കൊണ്ട് മുഖം മൂടി. അപ്പോൾ ഈ യേശുവിൽ ഈ മഹത്വം ഇറങ്ങി നിന്നാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമുണ്ട് ഇവിടെ. മനുഷ്യനെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. പക്ഷേ ഏറ്റവും കൊടും പാപികൾ പോലും യേശുവിൻ്റെ അടുത്തേക്ക് ഓടിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മഹത്വത്തെ പഴയ നിയമത്തിൽ ജനത ഭയപ്പെട്ട, ജനത ഞെട്ടിവിറച്ച, പർവ്വതങ്ങൾ വിറകൊണ്ട ഈ മഹത്വത്തെ കർത്താവായ യേശുവിൻ്റെ ശരീരത്തിലേക്ക് സമ്മാനിച്ചപ്പോൾ ആ മഹത്വം യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ വെളിപ്പെട്ടതുപോലല്ല യേശുവിൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ടത്. ആ മഹത്വത്തെ കർത്താവ് ഹൈഡ് ചെയ്തിട്ട് യേശുവിൽ അതായത് എന്താണെന്നറിയാം, യേശുവിൽ അത് പുറത്ത് വന്നത് യഥാർത്ഥത്തിൽ സൗന്ദര്യമായിട്ടാണ്, തേജസ്സായിട്ടാണ്. യേശുവിൽ പുറത്ത് വന്നത് ആ മഹത്വത്തിൻ്റെ ബാക്കി എല്ലാ പ്രത്യേകതകളും കർത്താവ് ഹൈഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവമൊത്ത് മനുഷ്യൻ നിൽക്കാൻ പറ്റാത്ത ആ കർത്താവിൻ്റെ ആ ഭയാനകമായ പ്രസൻസിൻ്റെ എല്ലാ കാര്യങ്ങളും തൻ്റെ ശരീരത്തിൽ മറച്ചു വെച്ചിട്ട് അത് പുറത്തു വന്നത്, ആ മഹത്വം പുറത്തു വന്നത് പല വിധത്തിലാണ്. ഒന്ന്, അനന്തമായ സൗന്ദര്യമായിട്ട്. ഈശോയ്ക്ക് ഒത്തിരി നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. കാരണം കർത്താവിൻ്റെ അടുത്ത് ആളുകൾ ഓടിക്കൂടുന്ന ഒരു വലിയ അഗാധമായ ഒരു ആഴമുള്ള നിഗൂഢമായൊരു വശ്യതയും സൗന്ദര്യവും യേശുവിനുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തേത് അനന്തമായ കരുണ. ഈ മഹത്വം പുറത്തു വന്നത് മനുഷ്യന് എന്താണോ ആവശ്യമായിരുന്നത് ആ രൂപത്തിലാണ്. അഗാധമായ, പാപികളോട് കാണിച്ച അഗാധമായ കരുണ, അനന്തമായ വാത്സല്യം, സ്നേഹം. അതാണ് ശിഷ്യന്മാരൊക്കെ യഥാർത്ഥത്തിൽ തോമസ് ലീഗ പറയും, നമുക്ക് അവനോട് പോയി മരിക്കാം എന്നൊക്കെ പറയുന്ന ലെവലിൽ ഒരു വലിയ ഒരു വാത്സല്യവും സ്നേഹവും ഓരോ ശിഷ്യനും തന്നെയാണ് ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള അഗാധമായ ഒരു വശ്യത യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ ആ മഹത്വം പുറത്തു വന്നത് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഒരു വിധത്തിലല്ല എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി പഴയ നിയമത്തിൽ ഞാൻ മഹത്വത്തെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ പറയാൻ എനിക്ക് ആവില്ല ഈ ഒരു ക്ലാസ്സിനകത്ത്. ഇനി അടുത്തത് നമ്മൾ ഈ മഹത്വത്തെ സംബന്ധിച്ച് ഒരു സൂചന പഴയ നിയമത്തിൽ നിന്ന് പറഞ്ഞേ പറ്റൂ. എന്തെന്നറിയാം, ഇസ്രായേൽ ജനതയുടെ ഇടയിൽ സഞ്ചരിച്ച, ജീവിച്ച, ഇറങ്ങി നിന്ന ഈ മഹത്വം നമ്മൾ എസെക്കിയേലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ 10-11 അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണും ഈ മഹത്വം ജനത്തെ വിട്ടുപോയി. മഹത്വം ദേവാലയത്തെ വിട്ടുപോയി. ഉദാഹരണത്തിന് എസെക്കിയേൽ 10:18-19, എസെക്കിയേൽ 10:18-19, 11:22-23 വായിക്കുമ്പോൾ ദൈവമഹത്വം ഇസ്രായേലിനെ വിട്ടുപോകുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ആ 2 വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് ഒന്ന് ഞാൻ വായിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ എസെക്കിയേൽ 10-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ ഇങ്ങനെയാണ്. എസെക്കിയേൽ 10-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യം. കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിക്കൽ നിന്ന് പുറപ്പെട്ട് കെരൂബുകളുടെ മീതെ നിന്നു. ഞാൻ നോക്കി നിൽക്കെ കെരൂബുകൾ ചിറകുകൾ വിടർത്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു. അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളുണ്ടായിരുന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിങ്കൽ അവ നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മുകളിൽ നിലകൊണ്ടു. അത് 10-ൽ നമ്മൾ കാണുന്നത് ദേവാലയത്തിൽ നിന്ന് ഈ മഹത്വം പതുക്കെ ഉയർന്ന് ആ ദേവാലയത്തിന് മുകളിൽ വന്നു നിന്നു. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11:22-23 നമ്മൾ വായിക്കുന്നു, കെരൂബുകൾ ചിറകുകൾ ഉയർത്തി ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ ഉയർന്നു.
ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവയുടെ മീതെ നിലകൊണ്ടു. കർത്താവിൻ്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്നുയർന്ന് നഗരത്തിന് കിഴക്കുള്ള മലമുകളിൽ ചെന്ന് നിന്നു. ഒലിവ് മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പോൾ ഈ എസെക്കിയേലിൽ നമ്മൾ കാണുന്ന ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോകുന്ന ആ കാലഘട്ടമാകുമ്പോഴേക്കും, ദേവാലയം പരിപൂർണമായി നശിപ്പിക്കപ്പെടുന്ന സമയമാകുമ്പോഴേക്കും ഇവിടെ നമ്മൾ കാണുകയാണ് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവമഹത്വം ഇസ്രായേലിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഇനി എസെക്കിയേലിൽ തന്നെ ഒരു ഭാവി പ്രവചനമുണ്ട്. അത് എസെക്കിയേലിൽ തന്നെ എല്ലാം വിശദീകരിക്കുന്നില്ല. ഒരു ഭാവി പ്രവചനമുണ്ട്. അതായത് എന്താണ്? ഈ മഹത്വം ദേവാലയത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ദർശനം എസെക്കിയേൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ മഹത്വം ദേവാലയത്തിലേക്ക് തിരിച്ചു വരുന്നൊരു ദർശനം എസെക്കിയേൽ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ മഹത്വം അങ്ങനെ മടങ്ങി വന്നിട്ടില്ല, ഇസ്രായേലിലേക്ക് മടങ്ങി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ആ മഹത്വം പിന്നീട് മടങ്ങി വന്നത് എപ്പോഴാണ്? അതാണ് നമ്മൾ കാണുന്നത്. അത് പുതിയ നിയമത്തിലാണ്. അതാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. എസെക്കിയേൽ തിരോധാനം ചെയ്യുന്നതായും മറയുന്നതായും കണ്ട ആ ദൈവമഹത്വം ഇസ്രായേലിലേക്ക് ആ അന്ത്യകാലങ്ങളിൽ മടങ്ങി വരുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. ആ മടങ്ങി വരുന്നത് യേശുവിൻ്റെ ശരീരത്തിലാണ് ദൈവമഹത്വം തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ യോഹന്നാൻ 1:14 വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ഞാൻ കൃപയും സത്യവും എന്താണെന്നൊക്കെ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റെ മഹത്വം. അപ്പോൾ ഈ യേശു എന്ന ആ ദൈവപുത്രനിൽ, പരിശുദ്ധ കന്യകാമാതാവിൽ നിന്ന് ശരീരമെടുത്ത ദൈവപുത്രനിൽ ഇസ്രായേലിൽ നിന്ന് തിരോധാനം ചെയ്ത മറഞ്ഞുപോയ ദൈവമഹത്വം മടങ്ങി വന്ന് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.